السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് എന്താണ് എന്നും അത് എങ്ങനെയാണ് ഒരാൾക്ക് ഉപകാരപ്പെടുക എന്നും അതിൻ്റെ ആ വിഷയത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളും പണ്ഡിതന്മാരുടെ ഉണർത്തലുകളുമൊക്കെയാണ് വിശദമായി പ്രതിപാദിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് ഗ്രന്ഥകാരൻ പറയുന്ന മറ്റൊരു സംഗതി, നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായ അറിവ്, അത് ഉപകാരപ്രദമാകണമെങ്കിൽ അതിൻ്റെ കൂടെ വേണ്ടതാണ് വൽ അമലു സ്വാലിഹ്, അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും. അതാണ് യഥാർത്ഥത്തിലുള്ള ഹിദായത്തിൻ്റെ മർമ്മവും. നമ്മൾ ഓരോ നിസ്കാരത്തിലും പടച്ചിറപ്പിനോട് ചോദിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ പാതയിലൂടെ മുന്നേറുവാനുള്ള ഹിദായത്ത് തൗഫീഖ് നൽകണേ എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ ദീനിൻ്റെ കാര്യങ്ങൾ അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഉദവിക്ക് വേണ്ടി, തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയുടെ തന്നെ തൊട്ടടുത്ത വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞു, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നേരായ പാതയുടെ ആളുകൾ ആരാണ്? പടച്ചറപ്പിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആളുകളാണ്. അവരുടെ പ്രത്യേകതയാണ് ഇൽമുൻ നാഫിഉം അമലും സാലിഹും, ഉപകാരപ്രദമായ അറിവ് അവർ ആർജിച്ചു, അത് അവരുടെ ജീവിതത്തിലേക്ക് കർമ്മങ്ങളാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകളോ, അവർക്ക് ഇൽമ് കിട്ടി പക്ഷെ അമലുണ്ടായില്ല. രണ്ടാമത്തെ വിഭാഗം വലദ്ദാലിൻ, വഴിപിഴച്ച ആളുകൾക്കോ അമലുകൾ ഉണ്ട് പക്ഷേ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായില്ല. അതുകൊണ്ട് ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഉണർത്തിയതിന് ശേഷം എവിടെ നിന്ന് അത് രണ്ടും നമുക്ക് ലഭിക്കും? അള്ളാഹുവിൻ്റെ വഹിയിലൂടെയാണ് നമുക്ക് കിട്ടുക. അഥവാ പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലൂടെ, ഹദീസുകളിലൂടെയുമാണ് ആ ഇൽമുൻ നാഫിഉം അമലു സ്വാലിഹും നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ഒക്കെയായി ബന്ധപ്പെട്ട റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഇൽമ് എന്നുള്ളത് കൊണ്ട് മുൻകാല പണ്ഡിതന്മാർ അതിൽ പ്രത്യേകമായി കിതാബുകൾ, രചനകൾ നിർവഹിച്ചു. ആദ്യ കാലഘട്ടം മുതൽ കുറേ അദ്ദേഹം ഓരോ ഗ്രന്ഥകാരൻ്റെയും കിതാബുകളെ സംബന്ധിച്ചും അതിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ചും ഒക്കെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണ് ഇസ്ലാമിക സമൂഹം, മുസ്ലിം ഉമ്മത്ത്, മുൻകാല പണ്ഡിതന്മാർ അതിനെ ആ രീതിയിൽ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ആമുഖമായി പറഞ്ഞു വച്ച കാര്യങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഖവാഇദ് ആമ്മ ഫിസ് സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി ബന്ധപ്പെട്ട കുറേ അടിസ്ഥാന ബേസിക് നിയമങ്ങളാണ്. കുറേ
നാമങ്ങളും അതേപോലെ തന്നെ വിശേഷണങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഓരോന്നും നമ്മൾ പ്രത്യേകം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലാത്ത പൊതുവെയുള്ള ചില ബേസിക് തിയറികൾ അല്ലെങ്കിൽ തത്വങ്ങൾ, നിയമങ്ങൾ ഇവിടെ പറയാണ്. അൽ ഖാഇദത്തുൽ ഊല, അതിൽ ഒന്നാമത്തെ ഒരു ഖാഇദ, ഒരു തത്വം അല്ലെങ്കിൽ ഒരു നിയമം, ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഫി കിതാബി, അല്ലാഹു അവനുണ്ട് എന്ന് അവൻ്റെ കിതാബിലൂടെ പറഞ്ഞ എല്ലാറ്റിനെയും നമ്മൾ അംഗീകരിക്കണം, സ്ഥിരീകരിക്കണം. ഔ അസ്ബതഹു ലഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹുവിനുണ്ട് ഇന്ന വിശേഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് കാര്യവും അത് അള്ളാഹുവിനുണ്ട് എന്ന് അങ്ങനെ തന്നെ നമ്മൾ സമ്മതിക്കണം. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീൽ, അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞ കാര്യങ്ങളെ സ്ഥിരീകരിക്കുമ്പോൾ, അത് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നമ്മുടെ വക ഒരു വ്യാഖ്യാനമോ ദുർവ്യാഖ്യാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന നിഷേധമോ പാടില്ല. വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ, അള്ളാഹുവിന് ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം ഇങ്ങനെയാണ്, നമ്മുടെ വക ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്, അത് പാടില്ല. അതല്ലെങ്കിൽ അത് ഇന്നതുപോലെ സൃഷ്ടികളിൽ ഇന്ന ആളുകൾക്കുള്ളതുപോലെ എന്ന് പറഞ്ഞ് സൃഷ്ടികളുടേതിന് സമാനമായി കാണുവാനും പാടില്ല. മറിച്ച് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അവൻ അത്യുന്നതനാണ്, അവൻ സർവശക്തനാണ്, സമ്പൂർണനാണ്. ആ നിലയിൽ ആ വിശേഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടികളുടേതിന് യാതൊരുത്തൻ്റെയും സമാനതയില്ലാത്ത, അതുപോലെയല്ലാത്ത പടച്ചറബിൻ്റെ ഔന്നത്യത്തിന് യോജിച്ച രൂപത്തിൽ ഉണ്ട് എന്ന് സമ്മതിക്കണം, എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിന് ഇന്ന വിശേഷണം ഉണ്ട് എന്ന് അള്ള പറയുമ്പോൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാകാം എന്ന് പറഞ്ഞ അള്ളാഹും റസൂലിനും അങ്ങോട്ടൊരു തിരുത്ത്, അത് പല കാലഘട്ടങ്ങളിലും വഴിപിഴച്ച ആളുകളുടെ, ഈ അഖീദ വിഷയങ്ങളിൽ വഴിതെറ്റിപ്പോയ ആളുകളുടെ ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഖാഇദയായി ഇവിടെ ഉണർത്തിയത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന കുല്ലുൻ, സത്യവിശ്വാസികളായ ആളുകൾ, അറിവിൽ അടിയുറച്ച ആളുകൾ പറയും അള്ളാഹു പറഞ്ഞ എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അതിന് നമ്മുടെ വക ഒരു തിരുത്തലുകളോ ഭേദഗതി വരുത്തലോ ഒന്നുമില്ലാതെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പടച്ച റബ്ബാണ്, റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അപ്പം അള്ള പറയാൻ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന്, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന്, അള്ളാഹു ചിരിക്കുമെന്ന്, അള്ളാഹു ഇറങ്ങി വരുമെന്ന്, ഇങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ടല്ലോ. അത് എൻ്റെ ബുദ്ധിക്കും ചിന്തക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വക ഒരു വ്യാഖ്യാനവും വിശദീകരണവും ഖുർആനും ഹദീസും സമ്മതിക്കാത്ത, പറഞ്ഞു തരാത്തൊരു വ്യാഖ്യാനം, ഒരു വിശദീകരണം പാടില്ല. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കും. അമുസ്ലിങ്ങളായ ആളുകൾ കേൾക്കില്ലേ, അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത. അതുകൊണ്ട് അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൈയല്ല, മറിച്ച് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ശക്തിയെ കുറിക്കുവാനുള്ളത്. ഇങ്ങനെയൊക്കെ ആളുകൾക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് യോജിച്ച വിധത്തിൽ, നമ്മുടെ ആരുടെയും കൈ പോലെയല്ല, നമ്മുടെ ആരുടെയും മുഖം പോലെയല്ല, നമ്മളാരും കാണുന്നത് പോലെയല്ല, നമ്മളാരും കേൾക്കുന്നത് പോലെയല്ല, അള്ളാഹ്ക്ക് ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അത് ഉണ്ട് എന്ന് സമ്മതിക്കൽ വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്താ വിശ്വാസിയാണെന്ന് പറയുന്നതിൽ അർത്ഥം? അള്ളാഹുവിനേക്കാൾ വലിയ അറിവുള്ളവനും അതേപോലെ തന്നെ ആളുകളുടെ അവസ്ഥകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നവനും ഒക്കെ നമ്മളാണ് എന്നുള്ളൊരു അഹംബോധം, ഒരു അഹങ്കാരം, അഹംഭാവം, അതൊക്കെ ആയിരിക്കും അതിൻ്റെ പിന്നിൽ ഉണ്ടാവുക. അതുകൊണ്ട് അള്ള പറഞ്ഞൊരു കാര്യത്തിൽ യാതൊരു നീക്കുപോക്കുമില്ലാതെ അത് അങ്ങനെ തന്നെയുണ്ട് എന്ന് സമ്മതിക്കണം. വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുൽ ഖൽഖി ബിറബ്ബിഹി, അതേപോലെ പടച്ച റബ്ബിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാരാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി പറഞ്ഞത് തെറ്റിയായി, അത് അങ്ങനെയല്ല പറയേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ നബീനേക്കാൾ വലിയ ആലിമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നവർ നമ്മളായി.
വരിക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞാണ്, ഞാൻ നിങ്ങളെക്കാൾ ഒക്കെ റബ്ബിനെ അറിയുന്നവനും റബ്ബിനെ സൂക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവും റസൂലും പറഞ്ഞത്, അഥവാ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും പറഞ്ഞു തന്നതാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നാം സ്വീകരിക്കുന്ന ഏറ്റവും ആധികാരികവും സത്യസന്ധവുമായ വിശദീകരണം. അപ്പോൾ ഖുർആനിലൂടെ ഒരു കാര്യം വരുമ്പോൾ, ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഒരു സിഫത്തായി വിശദീകരിക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. അൽ ഖാഇദത്തു സാനിയ, രണ്ടാമത്തെ ഒരു വിഷയം, നഫിയു മാ നഫാഹു അല്ലാഹു അൻ നഫ്സിഹി ഫീ കിതാബിഹി ഔ നഫാഹു അൻഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കുറേ വിശേഷണങ്ങളുണ്ട്. ഇതേപോലെ അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചും അള്ളാഹ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ നമ്മളും സമ്മതിക്കണം. ഏതുപോലെ പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഖുർആനും ഹദീസും ഇതുപോലെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ആയത്തുൽ കുർസിയിൽ തന്നെ ഇല്ലേ, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഒരു ഉറക്കമോ മയക്കമോ ഇല്ല. അതേപോലെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല. ഇങ്ങനെ അള്ളാഹുവിന് ഇല്ല എന്ന് അള്ളാഹ് പറഞ്ഞ, അതേപോലെ തന്നെ ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒരാളുടെയും സന്താനമായി ജനിച്ചവനല്ല, അള്ളാഹ്ക്ക് ആരും ഒരു സന്താനവുമായി ജനിച്ചിട്ടില്ല, അഥവാ പിതാവും പുത്രനുമല്ല. അപ്പൊ അള്ളാഹ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല, ഇന്ന ആളൊക്കെ അള്ളാഹുവിൻ്റെ മക്കളാണ്. മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെ സംബന്ധിച്ച് ബനാത്തുള്ള, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞതുപോലെ ക്രൈസ്തവരും ജൂതന്മാരുമൊക്കെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചതുപോലെ ഉസൈർ ഇബ്നുല്ല, ഈസ ഇബ്നുല്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞത് വേറെ ഏതെല്ലാം ഉരുട്ടിപ്പെരട്ടി വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഇല്ല എന്ന് തന്നെ നമ്മൾ സമ്മതിക്കണം. അതേപോലെ ഇനി അള്ളാഹ് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് അള്ളാഹ്ക്കില്ല എന്ന് ഏതെങ്കിലും ഒരു വിശേഷണത്തെ സംബന്ധിച്ച്, ഔ നഫാഹു അൻഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മൾ അങ്ങനെ തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നബി പറഞ്ഞ അള്ളാഹ്ക്ക് അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹ്ക്ക് അങ്ങനെ വിശേഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അള്ളാഹു റസൂലും അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളെ അംഗീകരിക്കണം. അള്ളാഹ്ക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച വിശേഷണങ്ങളെ ഇല്ല എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കണം. അതോടൊപ്പം അള്ളാഹുവിന് ഇന്ന വിശേഷണം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അതിൻ്റെ നേരെ വിപരീതമായ പൂർണ്ണത അള്ളാഹ് ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം അങ്ങനെ വിശ്വസിക്കേണ്ടത്. അതെന്താ സംഗതി? ഇപ്പൊ അള്ളാഹു ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞു, ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ എന്ന് മാത്രമല്ല. കാരണം കേവലം ഒരു നിഷേധത്തിൽ ഒരു പൂർണ്ണതയില്ല, ഒരു മഹത്വമില്ല എന്നാണ്. അയാൾക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ അയാൾ ആളുകളോട് അക്രമം കാണിക്കൂല, അല്ലെങ്കിൽ അയാൾ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറയുന്നതിൽ മാത്രം, ചിലപ്പോൾ അയാളുടെ കഴിവുകേട് കൊണ്ടാണെങ്കിലോ, നിഷേധത്തിൽ മാത്രം എന്തില്ല, അയാളുടെ ഒരു പൂർണ്ണതയോ മഹത്വമോ അംഗീകാരമോ ഇല്ല. നേരെ മറിച്ച് അയാൾ ആളുകളെ ഉപദ്രവിക്കുകയില്ല, ആളുകൾക്ക് ഔദാര്യം ചെയ്യുന്നവനാണ്. അതിൻ്റെ നേരെ വിപരീതം കൂടി പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയുള്ളൂ. ഞാൻ ആരെയും ഒന്നും ചെയ്യൂല, കാരണം ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്. നേരെ മറിച്ച് എനിക്ക് കഴിവുണ്ടായിട്ടും ഞാൻ അഫ്വ് ചെയ്യുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ പൂർണ്ണത. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല മയങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങാത്ത ആളാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ പൂർണ്ണത, നേരെ വിപരീതമായ സജീവത, നിതാന്തമായ ജാഗ്രത, ഏത് സമയത്തും അള്ളാഹുവിനോട് നമ്മുടെ ഏത് വിഷയവും ഏത് സങ്കടങ്ങളും ഏത് ആവശ്യങ്ങളും ഏത് ആഗ്രഹങ്ങളും പറയാം. അവന് ഇന്ന സമയത്തെ വിളിക്കാൻ പാടുള്ളൂ എന്നല്ല. നമ്മൾ ചിലപ്പോൾ ആളുകളോടൊക്കെ പറയും ഇന്ന സമയത്ത് വിളിച്ചാലേ എന്നെ കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഫോൺ ഓഫാക്കി വെക്കും, നമ്മുടെ അസൗകര്യങ്ങൾ. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസ്ഥയില്ല. അവൻ സജീവമാണ് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും. അതുകൊണ്ട് ഉറങ്ങാത്തവനാണ് മയങ്ങാത്തവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹ് ഉറങ്ങാറില്ല മയങ്ങാറില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നേരെ വിപരീതമായ സജീവത, ഏത് സമയവും അവൻ ഉണർന്നിരിക്കുന്നവനാണ് എന്ന അർത്ഥം കൂടി അതിനുണ്ട്.
لأن الله أعلم بنفسه من خلقه ورسوله أعلم الناس بربه. നേരത്തെ പറഞ്ഞതുപോലെ അള്ളയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ സൃഷ്ടികളെക്കാളൊക്കെ അറിയുന്നവൻ. അതേപോലെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ റബ്ബിനെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഫനഫിയുൽ മൗതി അൻഹു യതളമ്മനു കമാല ഹയാതിഹി. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിന് മരണമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് മരിക്കൂല എന്നത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് യതളമ്മനു കമാല ഹയാതിഹി, അവൻ്റെ ജീവന്റെ പൂർണ്ണത, എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. വനഫിയുൽ ദുൽമി, അവൻ ആരോടും അന്യായം പ്രവർത്തിക്കുകയില്ല എന്ന് പറയുമ്പോൾ യതളമ്മനു കമാല അദ്ലിഹി, പടച്ചറബിൻ്റെ പരിപൂർണമായ നീതിയുടെ ഒരു വശം കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വനഫിയുൻ നൗമി യതളമ്മനു കമാല ഖയ്യൂമിയതിഹി, അള്ളാഹു ഉറങ്ങാത്തവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സജീവമായി എല്ലാറ്റിനെയും സദാസമയവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് പറഞ്ഞ വിശേഷണങ്ങളെ ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അതോടൊപ്പം അതിൻ്റെ നേരെ വിപരീതമായ പൂർണ്ണതയെ സ്ഥിരീകരിച്ചുകൊണ്ട്. അൽ ഖാഇദത്തു സാലിസ, മൂന്നാമത്തെ ഒരു തത്വം, ഒരു നിയമം, അതെന്താണ്? സിഫാത്തുല്ലാഹി അസ്സ വജല്ല തൗഖീഫിയ്യ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം പ്രമാണബദ്ധമാണ്. ഖുർആനിലൂടെ വന്നത്, ഹദീസിലൂടെ വന്നത് അതിൽ പരിമിതമാണ്. അങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിലില്ല എന്നാലും എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ ചിന്ത, എൻ്റെ അഭിപ്രായം എന്നിങ്ങനെ എത്ര വലിയ ആലിമ് പറഞ്ഞാലും അത് അള്ളാഹുവിൻ്റെ സിഫത്തായി നമുക്ക് സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ പറ്റുകയില്ല. ഫലാ യുസ്ബതു മിൻഹാ ഇല്ലാ മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സി. അള്ളാഹുവിന് ഇന്ന വിശേഷണമുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ് പറഞ്ഞിരിക്കണം, ഖുർആനിലൂടെ വന്നിരിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം, ഹദീസിലൂടെ വന്നിരിക്കണം. ഇപ്പോൾ സാധാരണയായി നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾ, വലിയ വലിയ പ്രഭാഷകരൊക്കെ പറഞ്ഞു വരുന്നൊരു പിഴവാണ്, അബദ്ധമാണ്, സർവവ്യാപിയായ പടച്ചവൻ അള്ളാഹു എന്ന്. എല്ലായിടത്തും അള്ളയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തിലും അള്ള ഉണ്ട്. തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലുമൊക്കെ പടച്ചവനുണ്ട് എന്ന അദ്വൈതവാദത്തിന്റെ ഭാഗമാണ്. അപ്പൊ എല്ലായിടത്തും അള്ളയുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് അള്ള എല്ലായിടത്തെ സംഗതികളും കാണും, അറിയും എന്നാണ്. അള്ള എല്ലായിടത്തും ഉണ്ടെന്നല്ലേ. അള്ളാഹുവിൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ നിരീക്ഷണം എല്ലായിടത്തുമുണ്ട്. അള്ള എല്ലായിടത്തുമുണ്ട് എന്ന് അള്ള പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് അള്ള പറഞ്ഞതേ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതേ അള്ളാഹിനെ പറ്റി പറയാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ സ്വന്തമായി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് അബദ്ധമാണ്. കാരണം നേരത്തെ പറഞ്ഞാണ് പോയിന്റ്. അള്ളാഹിനെ പറ്റി ഏറ്റവും അറിയുന്നവൻ അള്ളയാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹിനെ പറ്റി ഏറ്റവും അറിയുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹും റസൂലും പറയാത്തൊരു കാര്യം നമ്മൾ നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ നല്ലൊരു പേരാണ്, നല്ലൊരു വിശേഷണമാണ് എന്ന രീതിയിൽ അള്ളാഹ്ക്ക് ചാർത്തി കൊടുക്കാൻ നിൽക്കരുത്. അതാണ് തൗഖീഫിയ്യ എന്ന് പറഞ്ഞത്. തൗഖീഫ് എന്ന് പറയുന്നത് വഖഫ യുവഖിഫു തൗഖീഫ്, അവിടെ നിർത്താൻ. നമുക്ക് അറബ് നാടുകളിലൊക്കെ പോയാൽ അറിയാലോ, വഖിഫ് എന്ന് പറഞ്ഞാൽ ഖിഫ്, സ്റ്റോപ്പ്. തൗഖീഫ് അതിൻ്റെ ഒരു വേറൊരു രൂപമാണ്. നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, അവിടെ ബ്രേക്ക് ഇട്ട് നിർത്തണം. അള്ളാഹ് പറയാത്ത, റസൂല് പറയാത്തൊരു വിശേഷണം അള്ളാഹുവിൻ്റെ പേരിൽ പറയാൻ വരട്ടെ, നിർത്ത് അവിടെ എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ വലാ യുൻഫാ അനില്ലാഹി അസ്സ വജല്ല ഇല്ലാ മാ നഫാഹു അൻ നഫ്സിഹി. അതേപോലെ അള്ളാഹ്ക്ക് ഇന്ന വിശേഷണങ്ങളൊന്നും ഇല്ല എന്ന് പറയണമെങ്കിലോ അപ്പോഴും വേണം അള്ളാഹ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന വിശേഷണം അള്ളാഹ്ക്ക് ഇല്ല. അപ്പോൾ അള്ളാഹുവിനൊരു വിശേഷണം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനാണെങ്കിലും ഒരു വിശേഷണം ഇല്ല എന്ന് പറയാനാണെങ്കിലും എന്ത് വേണം? ഖുർആനിൻ്റെ അല്ലെങ്കിൽ ഹദീസിൻ്റെ പിൻബലം വേണം.
لأنه لا أحد أعلم بالله من نفسه تعالى ولا مخلوق أعلم بخالقه من رسول الله صلى الله عليه وسلم. അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹിനെ സംബന്ധിച്ച് അറിയുന്ന ആരുമില്ല എന്നത് തന്നെയാണ് അതിനുള്ള ന്യായവും. ഇനി അൽ ഖാഇദത്തു റാബിഅ, നാലാമത്തെ ഖാഇദ, അത്തവഖുഫു ഫിൽ അൽഫാദിൽ മുജ്മല അല്ലത്തി ലം യരിദ് ഇസ്ബാതുഹാ വലാ നഫിയുഹാ ഔ അമ്മാ മഅനാഹാ ഫയുസ്തഫ്സലു അൻഹു. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടില്ലാത്ത, ഹദീസിൽ വന്നിട്ടില്ലാത്ത ഒരു പുതിയ പ്രയോഗം, ഒരു ശരിയും തെറ്റും ഉദ്ദേശിക്കുവാൻ സാധ്യതയുള്ള ഒരു പദം ആരെങ്കിലും പ്രയോഗിച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ പദം, അങ്ങനെ ഒരു വിശേഷണം അള്ളാഹുവിന് ഉണ്ട് എന്നും പറയാൻ പാടില്ല, ഇല്ല എന്നും പറയാൻ പാടില്ല. അത്തവഖുഫ്, അവിടെ ഒരു പെൻഡിങ്, അവിടെ നമ്മൾ നിർത്തണം. ഫിൽ അൽഫാദിൽ മുജ്മല, സംക്ഷിപ്തമായ മൊത്തത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ. അല്ലത്തി ലം യരിദ് ഇസ്ബാതുഹാ വല നഫിയുഹാ, അത് ഉണ്ട് എന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇല്ല എന്നും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ മാത്രമല്ല ഹദീസിലും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാത്ത ഒരു പദം ഒരാൾ പറയാൻ, ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ അയാൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന ആശയമോ ഫയുസ്തഫ്സലു അൻഹു, എന്താ നീ ഇപ്പം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അയാളോട് ചോദിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, മിസാലുഹു ലഫ്ളുൽ ജിഹ, പടച്ചവന് ഒരു സ്ഥലമുണ്ടോ, ഒരു ദിശ, ഒരു ദിക്ക്, ഒരു വശം, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഖുർആനിലോ ഹദീസിലോ വന്നതല്ല. അള്ളാഹ്ക്ക് ഇങ്ങനെ ജിഹത്തുണ്ട് എന്ന്. ജിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ പറയാൻ ജിഹത്തുകളാണ്, വശങ്ങളാണ്. ഇതേപോലെ അള്ളാഹുവിന് അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നത് ചില യുക്തിവാദത്തിൻ്റെ ആളുകൾ, ഫിലോസഫിയുടെ തത്വജ്ഞാനികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വലിയ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണ്, അള്ളാഹുവിന് അങ്ങനെയുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിന് അങ്ങനെയുണ്ട് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ ആ പദത്തെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് ജിഹത്ത് ഉണ്ട് എന്നും പറയുന്നില്ല, ജിഹത്ത് ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കണം. ആ പദം അള്ളാഹുവിനൊരു വിശേഷണമായി ഖുർആനിലൂടെ ഹദീസിലൂടെ വന്നിട്ടില്ല. എന്നാൽ ആ പദത്തിലൂടെ നീ എന്താണ് ഉദ്ദേശിച്ചത്, മഅന, അതിൻ്റെ അർത്ഥം, താല്പര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ പറയും, ആ ഖുർആനിലൊക്കെ വന്നിട്ടില്ലേ, അല്ലാഹു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലെങ്കിൽ മൻ ഫിസ് സമാ, ഉപരിയിലുള്ളവൻ, സിംഹാസനാരോഹിതനായവൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അള്ളാഹു നമ്മുടെ മീതയല്ലേ? അങ്ങനെയാണെങ്കിൽ പറയണം, ആ ആശയം ശരിയാണ്, ഖുർആനിലൂടെ വന്നതാണ്, അള്ളാഹുവിൻ്റെ ഉലുവ്. അപ്പോൾ അള്ളാഹു ഉന്നതനാണ് എന്ന് പറയാം, അള്ളാഹുവിന് ഔന്നത്യം എന്ന വിശേഷണമുണ്ട് എന്ന് പറയാം. അതല്ലാതെ അള്ളാഹ്ക്ക് ഒരു ദിശയുണ്ട്, അള്ളാഹുവിനൊരു ഭാഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ശരിയും തെറ്റും ഉദ്ദേശിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വഇൻ ഉരീദ ബിഹി ഹഖ്ഖുൻ ലാ യുംതനിഉ അലല്ലാഹ്, ലാ യംതനിഉ അലല്ലാഹ്, അള്ളാഹ്ക്ക് നിഷേധിക്കേണ്ടതില്ലാത്ത ഒരു സത്യമായ അർത്ഥമാണ് അയാൾ ഉദ്ദേശിച്ചതെങ്കിൽ ഖുബിൽ, ആ പറഞ്ഞ ആശയം ശരിയാണ് എന്ന് നമ്മൾ സ്വീകരിക്കും. നേരത്തെ ജിഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹു മുകളിലാണ് എന്ന് പറയാറില്ലേ, ആയത്തിൽ വന്നിട്ടില്ലേ, ഹദീസിൽ വന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ്, അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ജിഹത്ത് എന്ന് പറയേണ്ടതില്ല, അള്ളാഹുവിൻ്റെ ഉലൂവ് എന്ന സിഫത്ത് അംഗീകരിക്കണം. അത് പറയാനായിട്ട് ജിഹത്ത് എന്ന് പറയേണ്ടതില്ല. അപ്പോൾ ഉയർന്ന ഭാഗം എന്ന് ഭാഗത്തേക്ക് ചേർത്ത് പറയേണ്ടതില്ല, അള്ളാഹു ഉയർന്നൊരു വശത്താണ് എന്ന് പറയേണ്ടതില്ല. മറിച്ച് ഉലൂവ്, അള്ളാഹു ഔന്നത്യത്തിലാണ്, അള്ളാഹു മുകളിലാണ് എന്ന് പറയാമെന്നല്ലാതെ നമ്മൾ സൃഷ്ടികളെ സംബന്ധിച്ച് പറയുന്നത് പോലെ പുതിയതായ ഒരു വാക്ക് അതിലേക്ക് പറയേണ്ടതില്ല. മറിച്ച് അതിന് പകരം പ്രയോഗിക്കുവാൻ ഖുർആനിലൂടെ ഹദീസിലൂടെ വന്ന പദം എന്താണോ അത് അവന് പറഞ്ഞു കൊടുക്കണം. അതാണ് ആ വിഷയത്തിൽ ശരിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. പുതിയതായി ഈ ആളുകൾ കണ്ടെത്തി കൊണ്ടുവരുന്ന ശരിയും തെറ്റും ഉദ്ദേശിക്കുവാൻ സാധ്യതയുള്ള പദങ്ങൾക്ക് പകരം അത് മാറ്റിയിട്ട് ഇവിടെ ഖുർആനിലൂടെ വന്നത്, ഹദീസിലൂടെ വന്നത്, ഇത് നീ പറയേ എന്ന് പറയാൻ പറ്റണം. അങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. അതാണ്
നാലാമത്തെ കായികയായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞതാണ് ജിഹത്തിനെ സംബന്ധിച്ച്. വഖുൽനാ ലഹു ലാകിന്നൽ ഔലാ അൻ തഖൂൽ ഹുവ ഫിസ് സമാ. അള്ളാഹു ഏതെങ്കിലും ഒരു ദിശയിലാണ്, ഏതെങ്കിലും ഒരു വശത്താണ്, ദിക്കിലാണ് എന്ന് പറയുന്നതിന് പകരം ഖുർആനിൽ വന്നതാണ് ഹുവ ഫിസ് സമാ, അള്ളാഹു ഉപരിയിലാണ്. ഔ ഫിൽ ഉലൂവ്, അല്ലെങ്കിൽ അവൻ ഉലൂവിലാണ്, ഉന്നതിയിലാണ്. കമാ വറദത് ബിഹിൽ അദില്ലത്തു സ്വഹീഹ, അങ്ങനെ കുറേ ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അമ്മാ ലഫ്ദു ജിഹ ഫഹിയ മുജ്മല ഹാദിസ. ജിഹത്ത് എന്ന് പറയുന്നത് അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് ഒരു ദിശയുണ്ട്, സൈഡുണ്ട്, അല്ലെങ്കിൽ ഒരു വശമുണ്ട് എന്നൊക്കെ പറയൽ അത് പുതിയതായി കടന്നു വന്ന ഈ തത്വശാസ്ത്രത്തിൻ്റെ ഫിലോസഫികളുടെ ആളുകൾ, ഫൽസഫയുടെ ആളുകൾ കടത്തിക്കൂട്ടിയ ഒരു പുതിയ പ്രയോഗമാണ്. അൽ ഔല തർക്കുഹ. അത്തരം പ്രയോഗങ്ങൾ നമ്മൾ പ്രയോഗിക്കാതിരിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. കാരണം അതിലൂടെ ശരി ഉദ്ദേശിക്കാം, തെറ്റും ഉദ്ദേശിക്കാം. അപ്പോൾ ഉദ്ദേശം എന്താണ്? ശരിയാണെങ്കിൽ ആ ആശയം നമ്മൾ അംഗീകരിക്കുന്നു. ഇന്ന ആയത്തും ഇന്ന ഹദീസും ഒക്കെ ആ പറഞ്ഞ ആശയം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പദം നമ്മൾ അംഗീകരിക്കുന്നില്ല, കാരണം ഹദീസിലൂടെയോ ആയത്തിലൂടെയോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പകരം ഖുർആനിൽ വന്നത് ഇന്നതാണ്, ഹദീസിൽ വന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവന് വിശദീകരണം കൊടുക്കണം. ഇതാണ് നാലാമത്തെ കായിക. അപ്പോൾ ഓരോ നാമങ്ങളും ഓരോ വിശേഷണങ്ങളും പഠിക്കുമ്പോൾ ഇതൊക്കെ പിന്നീട് ആവശ്യം വരും. അതുകൊണ്ടാണ് ആമുഖമായി അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അൽ ഖായിദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ഒരു തത്വം, കുല്ലു സിഫത്തിൻ സബതത് ബിൻ നഖ്ലി സ്വഹീഹ് വാഫഖത് അൽ അഖ്ല സ്വരീഹ് വലാ ബുദ്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ആ വിഷയം പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലൂടെ വന്ന എല്ലാ വിശേഷണങ്ങളും, അങ്ങനെ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ഏത് വിശേഷണം നമ്മൾ എടുത്താലും, ഏത് സിഫത്ത് നമ്മൾ പരിശോധിച്ചാലും അത് വാഫഖത് അൽ അഖ്ല സ്വരീഹ്, നേരെയുള്ള ശരിയായ ബുദ്ധിയോട് അതൊക്കെ യോജിക്കുന്നതാണ്. ബുദ്ധിയോട് യോജിക്കുന്ന വിശേഷണങ്ങൾ, ബുദ്ധി അംഗീകരിക്കാത്ത വിശേഷണങ്ങൾ എന്നില്ല. ബുദ്ധിക്ക് എതിരല്ല അവയൊന്നും. വല ബുദ്ധ്, ശരിയായ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതാണോ എങ്കിൽ ബുദ്ധി അതിന് എതിരല്ല, അതിനോട് യോജിക്കുന്നതായിരിക്കും. അത് പറയാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് വ്യതിചലിച്ച കുറേ കക്ഷികളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനപ്പെട്ട് അഖീദ പ്രചരിക്കുന്ന ഒരു വിഭാഗമാണ് അശ്അരിയത്ത്, അശാഇറ എന്ന് പറയും. അശ്അരിയാക്കൾ, ജഹ്മിയാക്കളുണ്ട്, മുഅ്തസിലിയാക്കളുണ്ട്, അതേപോലെ തന്നെ അശ്അരിയാക്കളുണ്ട്, മാതുരീദി, അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ. ഇതിൽ അശ്അരിയാക്കളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രയോഗം. അതേപോലെ മുഅ്തസിലത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചും ഉദ്ദേശിച്ചുകൊണ്ട് അവർ പല വിശേഷണങ്ങളെയും, അങ്ങനെ വിശേഷണം അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഖുർആനിലൂടെ വന്നതിനെയും ഹദീസിലൂടെ വന്നതിനെയും ഒക്കെ ആ വിശേഷണങ്ങളെ അംഗീകരിക്കാതെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം, സമ്മതിക്കാതെ കുറെ ന്യായം പറഞ്ഞ ആളുകൾ പറഞ്ഞത് അതാണ്, അത് നമ്മുടെ ബുദ്ധിക്ക് എതിരാണ്, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ അശ്അരിയാക്കൾ എന്ത് ചെയ്തു? മുഅ്തസിലിയത്തിൻ്റെയും അഹ്ലുസുന്നയുടെയും ഇടയിലുള്ള ഒരു വിഭാഗമാണ് അശ്അരിയാക്കൾ. മുഅ്തസിലിയത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകിയ ആളുകളാണ്. ഖുർആനിൽ ബുദ്ധിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ ദഹിക്കാത്തതാണെങ്കിൽ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞ പോലെ ബുദ്ധിക്കൊപ്പിച്ച ആയത്തിൻ്റെ വിശദീകരണങ്ങൾ അവർ തേച്ചു മിനിക്ക് അങ്ങനെ കൊണ്ടുവരും. അതാണ് മുഅ്തസിലത്തിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു അടയാളം. അഹ്ലുസുന്ന അങ്ങനെയല്ല. ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയൊക്കെ അതിൻ്റെ താഴെ, പ്രമാണത്തിനാണ് പ്രാധാന്യം. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ വന്ന ടീമാണ് അശ്അരിയാക്കൾ. മുഅ്തസിലിയത്ത് കുറേ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുമ്പോൾ അശ്അരിയത്ത് പറഞ്ഞു 7 സിഫത്തുകൾ അള്ളാഹ്ക്കുണ്ട്. അതെ, 7 അവരുടെ ബുദ്ധിയിലെത്തി. 7 നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിശേഷണങ്ങൾ പടച്ച റബ്ബിനുണ്ട്. അസംഖ്യം വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്.
പക്ഷെ ഈ 7 ഞങ്ങൾ അംഗീകരിക്കുന്നു, ബാക്കിയുള്ളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ബുദ്ധിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന 7 വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? അൽ ഖുദ്റത്തു, അള്ളാഹുവിൻ്റെ കഴിവ്, ശക്തിയുള്ളവനാണ് അള്ളാഹു എന്ന് പറയാം. ശക്തിയില്ലാത്തവനാണ് പടച്ചവനെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായി എല്ലാവരെയും കൺവീൻസ് ചെയ്യാൻ പറ്റും. അള്ളാഹുവിന് ഖുദ്റത്ത്, ശക്തി എന്നുള്ള വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ. അൽ ഇറാദത്ത്, രണ്ടാമത്തെ ഒന്ന്, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്. ഒന്നും ഉദ്ദേശിക്കാതെ അങ്ങനെ അങ്ങോട്ട് എന്തോ തോന്നിയതൊക്കെ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു ശരിയല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു ഇറാദത്ത് എന്നുള്ളൊരു വിശേഷണം അള്ളാഹുവിനുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇവർക്ക് തോന്നുന്നത് ഖുർആനിലും ഹദീസിലും വന്നതിനപ്പുറത്ത് അവരിങ്ങനെ നമ്പർ ഇട്ട് അംഗീകരിക്കുക. അങ്ങനെ അവർക്ക് ആകെ ഉൾക്കൊള്ളാൻ പറ്റിയത് എത്രയേ? 7 ഉള്ളൂ. പിന്നെ പറഞ്ഞത് 3 ഇൽമ്, അള്ളാഹു അറിവുള്ളവനാണ്. അറിവില്ലാത്തവെന്നാൽ പിന്നെ ജാഹില് പൊട്ടൻ എന്നല്ല അർത്ഥം. അപ്പോൾ ഇൽമ്, അള്ളാഹ്ക്ക് അറിവുണ്ട്. അതേപോലെ തന്നെ അൽ ഹയാത്ത്, അവൻ മരിച്ചുപോയതല്ല, ജീവിച്ചിരിക്കുന്നവനാണ്. അതേപോലെ തന്നെ അൽ കലാം, സംസാരിക്കുന്നവനാണ്. അസ്സം, കേൾക്കുന്നവനാണ്. അൽ ബസ്വർ, അള്ളാഹുവിൻ്റെ കാഴ്ച, കാണുന്നവനാണ്. ഇതൊക്കെ പറയാം. നേരെ മറിച്ച് അള്ളാഹു സിംഹാസനാരോഹിതൻ, ഇസ്തിവ, അതങ്ങനെ പറയാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞതോ, അള്ളാഹു ദേഷ്യപ്പെടും, അള്ളാഹ് ചിരിക്കും എന്നൊക്കെ, അതൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ചിലത് അംഗീകരിച്ച് ചിലത് നിഷേധിച്ചു. കാരണം ഇതെല്ലാം ബുദ്ധിയോട് അംഗീകരിക്കുന്നു, ബുദ്ധി യോജിക്കുന്നു, ബുദ്ധിയോട് യോജിക്കുന്നതാണ്, ബുദ്ധി അംഗീകരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നയുടെ നിലപാട്, അള്ളാഹ് പറഞ്ഞത് ഹദീസിലൂടെ വന്നത് എല്ലാം ബുദ്ധിയോട് യോജിക്കും. നിങ്ങളുടെ ബുദ്ധി നേരെയായാൽ മതി. അള്ളാഹ് പറഞ്ഞത് അംഗീകരിക്കുവാനുള്ള വിശാലതയുള്ള തെളിഞ്ഞ ബുദ്ധിയാണോ? നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ബുദ്ധിയെ പടച്ച അള്ളാഹുവിനേക്കാൾ വലിയവർ നമ്മളാകണ്ട. നമ്മുടെ ബുദ്ധിയേക്കാൾ കഴിവും അറിവും ഒക്കെയുള്ളവനാണ് പടച്ചിറപ്പ് എന്ന് അറിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധി. അത് അംഗീകരിക്കാൻ. അപ്പോൾ ശരിയായ ബുദ്ധിയോട് ശരിയായ പ്രമാണങ്ങൾ ഒരിക്കലും ഇടഞ്ഞു നിൽക്കുകയില്ല. രണ്ടും യോജിക്കുന്നത് തന്നെയായിരിക്കും. അൽ ഖാഇദത്തു സാദിസ, 6ാമത്തെ ഒരു ഖായിദ, അതും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ വസ്വാസുകളും ഇഷ്കാലുകളും തീരാനുള്ളൊരു കാര്യം കൂടിയാണ്. അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് ഹദീസിലൂടെ വരുമ്പോൾ, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ വിശേഷണങ്ങളെ പറ്റി പറയുമ്പോഴും അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൈഫിയത്ത് അറിയാനുള്ള ത്വര, അത് ആദ്യമേ തന്നെ മുറിച്ച് മാറ്റിയിട്ടേക്കണം. കാരണം നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും ലോകമല്ല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ. നമ്മളെ പോലെ ആരുടേതുമല്ല. നമ്മൾ ഒരാളെ കമ്പയർ ചെയ്ത് ഇതിന് സമാനമാണ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല അള്ളാഹുവിൻ്റെ വിശേഷം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ അതിൻ്റെ ശരിയായ രൂപം എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ത്വര. ഉദാഹരണം പറഞ്ഞാൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ചൊരു ചോദ്യം വന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണ്യകനായ അള്ളാഹു സിംഹാസനാരോഹിതനാണ്. അപ്പോൾ അത് കേട്ടൊരാൾ, ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹ് ഇരിക്കും? ഇപ്പോൾ മനുഷ്യനായ ഒരാൾ, ഒരു രാജാവ്, അയാളുടെ കസേരയിലിരുന്നു, സിംഹാസനത്തിലിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ അള്ളാഹ് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കല്? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആരോഹണം, ഇസ്തിവ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് വല്ലാതെ അങ്ങ് സ്തബ്ധനായി നിന്നിട്ട് തലക്കിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം എന്നുള്ള നിലയിൽ. എന്നിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്നറിയോ? അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ, പടച്ചവന്റെ ഇസ്തിവാ ഖുർആനിലൂടെ ഹദീസിലൂടെ ഒക്കെ വന്നതാണ്, അറിയപ്പെട്ട സംഗതി. ഭാഷയിൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന് അങ്ങനെ ഒരു സിഫത്തുണ്ട് എന്ന കാര്യത്തിൽ
സംശയിക്കേണ്ട കാര്യമില്ല. അത് മഅലൂം, അറിയപ്പെട്ട സുപരിചിതമായ സംഗതിയാണ്. വൽ കൈഫു മജ്ഹൂൽ, എന്നാൽ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രാപ്യമല്ല, അജ്ഞാതമാണ്, അറിയാൻ പറ്റുന്ന സംഗതിയല്ല. എങ്ങനെ അള്ളാഹിനെ പറ്റി ഒന്ന് കോലപ്പെടുത്തി പറഞ്ഞു തരാൻ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രൂപം നമുക്ക് പറയാൻ പറ്റും? നമുക്ക് നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഒരു കോലത്തിലല്ല. ഭൗതിക ലോകത്ത്, പദാർത്ഥ ലോകത്താണ് മനുഷ്യന്മാരുടെ ചിന്തയും ബുദ്ധിയും പഠനങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ തന്നെ എത്രയോ കാര്യങ്ങൾ മനുഷ്യനെ അറിയാത്തതുണ്ടാകും. നമുക്കൊക്കെ അറിയാം ആത്മാവുണ്ട് എന്ന്. ആത്മാവിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ അത് വേണ്ട. കാറ്റുണ്ടെന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാറ്റ് എങ്ങനെ ഇരിക്കുന്നു, ആ കാറ്റിൻ്റെ കളർ എന്താണ്, രൂപം എന്താണ് എന്ന് പറഞ്ഞാൽ അതൊരു വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഉറങ്ങലുണ്ട്. എന്താ ഉറക്കം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ അത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന സംഗതികളിൽ തന്നെ സൃഷ്ടികളുടെ ലോകത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അപ്രാപ്യമായ അറിയാത്ത കുറേ സംഗതികളുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനൊരു വിശേഷണം പറയുമ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വൽ കൈഫു മജ്ഹൂൽ, അതിന് കോലപ്പെടുത്താൻ, അതിനെ രൂപം പറയാൻ നമുക്ക് സാധ്യമല്ല. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്, അശക്തതയാണ്. അപ്പൊ അള്ളാഹ്ക്ക് അത് ഇല്ല എന്ന് നിഷേധിക്കല്ല, മറിച്ച് നമ്മുടെ പരിമിതിയെ ഉൾക്കൊള്ളണം. വൽ കൈഫു മജ്ഹൂൽ, അതിന് പറഞ്ഞു വസ്സുആലു അൻഹു ബിദ്അ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഓരോന്നിനെ സംബന്ധിച്ച് അത് എങ്ങനെ എന്ന് ചോദിക്കൽ സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുതിയ ഒരു ചിന്തയാണ്, ബിദ്അത്താണ്. വൽ ഈമാനു ബിഹി വാജിബ്, അള്ളാഹുവിൻ്റെ വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്തിവായിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. ഇത് അഹ്ലുസുന്നയുടെ അടുക്കൽ പണ്ഡിതന്മാരുടെ ഇടയിൽ സുപരിചിതമായൊരു വാചകമാണത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ വാചകം അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥന്മാർ പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ ഏത് സിഫത്തുകളെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിലേക്ക് അത്തരം ചിന്ത വരുമ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും സൃഷ്ടികൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയായി, ഒരു വിശേഷണമായി കാണുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാനുള്ള പരിമിതിയും ബുദ്ധിമുട്ടും. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും രാത്രിയുടെ അന്ത്യയാമത്തിൽ. ഹദീസിൽ വളരെ പോസിറ്റീവായ അതിൻ്റെ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും ഏത് സങ്കടങ്ങളും ഏത് ആവശ്യങ്ങളും ഒക്കെ ചെയ്താൽ, നിങ്ങൾ പകലിൽ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകും, പടച്ചറബിനോട് നിങ്ങൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവനാണോ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശക്കുന്നവനാണോ, ചോദിച്ചോ, ഞാൻ നിങ്ങളെ തീറ്റിക്കാം എന്ന് അള്ളാഹ് പറയുന്നതാണ്. നിങ്ങൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവനാണോ, നിങ്ങൾ ചോദിച്ചോ, ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കാം. ഇങ്ങനെ ഓരോന്നും പറയും. നമ്മുടെ നൂറായിരം പ്രശ്നങ്ങൾ എല്ലാം ഇറക്കി വെച്ച് റബ്ബുമായി സംവദിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം സമയം എന്ന ആ ഹദീസിൽ നിന്ന് നേരെ വായിക്കുന്ന ആളുകൾക്ക് ആ സമയം ഉപയോഗപ്പെടുത്തി ഉറക്കം മാറ്റി വെച്ച് ഫ്രഷായി വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യും. പക്ഷെ ചില ആളുകൾ അവിടെ ചോദിച്ചത്, അള്ളാഹ് ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ നിന്നാൽ അപ്പൊ അമേരിക്കയിലെ എപ്പോഴായിരിക്കും ഇറങ്ങാം? അപ്പൊ ഓരോ സമയത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ പിന്നെ പടച്ചവന് അർശമ എപ്പോഴാണ് ഉണ്ടാകുക? ഇങ്ങനെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയുടെയും യുക്തിയുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ നുസൂലിനെ സംബന്ധിച്ച് സൃഷ്ടികളായ നമ്മുടെ ഒരു നുസൂലിനെ പോലെ ആദ്യം ഒന്ന് കമ്പയർ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനില്ല എന്നല്ലേ അർത്ഥം. നിങ്ങളൊക്കെ ഇന്ന് പള്ളിയിലേക്ക് വന്ന്, ഇപ്പോൾ പള്ളിയിൽ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്ഥലത്തുമില്ല. ഇത് സൃഷ്ടികളുടെ ഒരു അവസ്ഥയാണ്. ഈ സൃഷ്ടികളുടേതിന് സമാനമായി അള്ളാഹുവിനെ അവർ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ആദ്യമേ തന്നെ സാദൃശ്യപ്പെടുത്തി ഒരു തെറ്റായ ഇൻഫർമേഷൻ തലയിലേക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ അത് എങ്ങനെയാകും? അതുകൊണ്ട് ആദ്യമേ തന്നെ ആ ഒരു ചിന്ത നിങ്ങൾ മുറിച്ച് പുറത്തേക്കിട്ടേക്ക്. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും വരുന്നതല്ല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കൈഫിയത്ത്, രൂപം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ എന്ന ചോദ്യം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ ഇല്ല. അഖീദയുടെ വിഷയത്തിൽ തന്നെ അത് അപ്രസക്തമാണ്. കാരണം നമ്മുടെ ബുദ്ധിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളല്ലേ, വൈബിയായ ലോകത്തുള്ള സംഗതിയല്ലേ മലക്കുകളെ പറ്റി പറയുന്നതും, അതേപോലെ തന്നെ ബർസഖി ലോകത്തെ, പരലോകത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നത്. അങ്ങനെ പല യുക്തിവാദവും കടന്നു വന്നിട്ടാണ് ചിലർ ദീൻ തന്നെ ശരിയല്ല, അല്ലെങ്കിൽ ഹദീസ് ശരിയല്ല, ആ ആയത്തിൽ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുവാനും അതേപോലെ തന്നെ മതം വലിച്ചെറിഞ്ഞു പോകാനൊക്കെ ഇടയാകുന്നത്.
ഇപ്പോൾ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ എത്രയോ ഹദീസുകൾ, അതേപോലെ തന്നെ ആയത്തുകളിൽ തന്നെ വ്യക്തമായ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ ചോദിക്കുക, ഖബറിൽ ഒരാളുടെ ഖബർ സത്യവിശ്വാസിയുടെ ഖബറാണെങ്കിൽ അവിടെ രക്ഷ, സ്വർഗത്തിൻ്റെ തണുപ്പും കാറ്റും ഒക്കെ കിട്ടും, സുഗന്ധമൊക്കെ കിട്ടും. തൊട്ടടുത്ത് കിടക്കുന്നവനാണെങ്കിലോ കാഫറായ തെമ്മാടിയായ നരകത്തിൽ പോകുന്ന ആളാണെങ്കിൽ അയാളുടെ ഖബറിലേക്ക് നരകത്തിൻ്റെ ചൂടും അതേപോലെ ദുർഗന്ധവും വേദനയും സങ്കടം. അപ്പോൾ തൊട്ടടുത്താകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കും. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ദൃശ്യലോകത്തെ, ഭൗതിക ലോകത്ത് നമ്മൾ അറിയുന്നത് പോലെയുള്ള സംഗതികളിന് സമാനമാണ് ഇവയെല്ലാം എന്ന് സങ്കല്പിക്കുന്നതിലൂടെയാണ്. പക്ഷെ ആദ്യം തന്നെ അത്തരം അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളൊരു കാര്യം ബേസിക്കലി നമ്മൾ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരം ചിന്തകളൊന്നും വരില്ല. അതേപോലെ മരണസമയത്ത് സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുർമാർഗികളുടെ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട ആളുകളുടെ റൂഹ് പിടിക്കുന്ന അവസ്ഥയും. അപ്പോൾ അവിടെ മലക്കുകൾ ദണ്ടുകൾ കൊണ്ട് അടിക്കും. അതേപോലെ കെട്ടിപ്പിടഞ്ഞ് കിടക്കുന്ന മുള്ളുകളുടെ അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ട്, കൂർത്ത മുള്ളുകളോട് സമാനമായ ഇരുമ്പ് ദണ്ടിൽ പറ്റിപ്പിടിച്ച നനഞ്ഞ പഞ്ഞി, അതിൽ നിന്ന് ആ ഇരുമ്പ് ദണ്ട് അല്ലെങ്കിൽ മുള്ള് വലിച്ചെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതുപോലെയായിരിക്കും റൂഹ് പിടിച്ചെടുക്കുമ്പോൾ അവിശ്വാസിയുടെ കാഫിറിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്ന ഹദീസുകൾക്കാണ്. അയാൾ ആർത്തട്ടഹസിക്കും. ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ ചോദിക്കണം, നമ്മളവിടെ എന്നിട്ട് ഒരു ഒച്ചയും കേട്ടില്ലല്ലോ, ഞങ്ങൾ ആരും ഒന്നും കാണാം, അയാൾ വളരെ സന്തോഷവാനായിട്ടാണ് മരിച്ചു പോയത്, അയാൾ കാഫിറാണ്, അയാൾ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല, ഹദീസ് അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞത്, ഹദീസ് പറഞ്ഞത് നമ്മൾ കണ്ട് പരിചയമുള്ള ഈ ലോകത്തുള്ള കാര്യമല്ല. ഇത് നമ്മുടെ ബുദ്ധിയുടെ അപ്പുറത്തുള്ളൊരു ലോകമാണ്. ഇവിടെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഖുർആൻ പറയുന്ന, ഹദീസ് പറയുന്ന മലക്കുകളെ പറ്റി, ജിന്നുകളെ പറ്റി, അതേപോലെ ആലമുൽ ബർസഖിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മുടെ പരിമിതമായ ബുദ്ധിയുടെയും യുക്തിയുടെയും മൂശയിലിട്ടിങ്ങനെ മെരുക്കിയെടുത്തിട്ടല്ല നമുക്ക് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുക. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പല ആളുകളും പല സിഫത്തുകളെയും നിഷേധിക്കുവാനുള്ള കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഈ കൈഫിയത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യവും അന്വേഷണവുമാണ്. അതാണ് വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാതിൽ. അതുകൊണ്ട് ആദ്യമേ നിങ്ങളത് ക്ലോസ് ചെയ്തേക്കണം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പരിമിതമായ മനുഷ്യർക്ക് അവരുടെ ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ കണ്ടെത്താൻ സാധ്യമല്ല. ലിഖൗലിഹി തആല, അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ യുഹീതൂന ബിഹി ഇൽമ. അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ അവർക്കാർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കൈഫിയത്ത് അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് അജ്ഞാതമാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകമാണ് എന്ന് മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞത് ആ മതം അപ്പോൾ അവിടെ എന്താണ്, പരാജയം സമ്മതിക്കുകയാണ് എന്നാരും അതിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകേണ്ടതില്ല. അതൊരു റിയൽ വസ്തുത പറഞ്ഞതാണ്. അതാണ് ഞാൻ നേരത്തെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഈ ലോകത്ത്, പദാർത്ഥ ലോകത്താണ് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയൊക്കെ പ്രയോഗിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത എത്രയോ സംഗതി അറിവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ സമ്മതിക്കും. നമ്മൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ ഇനിയും അറിയാത്തതുണ്ട് എന്ന് സമ്മതിക്കുന്നവരാണ് ഏത് വലിയ ഗവേഷകനും ഏത് വലിയ സയന്റിസ്റ്റും. പിന്നെ ഇതൊക്കെ നിഷേധിക്കുന്നത്? കുറച്ചറിഞ്ഞിട്ട് എല്ലാം അറിഞ്ഞവനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിൽക്കുന്ന ധിക്കാരിയാണ് ഇതൊക്കെ നിഷേധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പറഞ്ഞ ആ അഹ്ലുസുന്നയുടെ ആ വാചകങ്ങൾ ഈ വിഷയത്തിൽ ഏറെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ എന്നാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത അത് ശരിയല്ല. എങ്ങനെയെന്നുള്ള ചോദ്യം മുൻഗാമികൾക്ക് പരിചയമില്ല, അവരങ്ങനെ ചോദിച്ചിട്ടില്ല. അവരുടെ ബുദ്ധി ശരിയായ പ്രമാണങ്ങളോട് യോജിച്ച തെളിഞ്ഞ ബുദ്ധിയാണ്, ശുദ്ധ പ്രകൃതത്തിലാണ് അവർ ജീവിച്ചു വന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു മാർഗമാണ് അഹ്ലുസുന്നയുടെ മാർഗം. അതാണ് ശരിയായ രീതി. അൽ ഖാഇദത്തു സാബിഅ,
ഏഴാമത്തെ ഒരു വിഷയമായി അദ്ദേഹം പറഞ്ഞത് സിഫാത്തുല്ലാഹി അസ്സ വജല്ല തുസ്ബതു അലാ വജ്ഹി തഫ്സീൽ വതുൻഫാ അലാ വജ്ഹിൽ ഇജ്മാൽ. ഈ ബിദ്അത്തിന്റെ കക്ഷികൾ, നേരത്തെ ഞാൻ പറഞ്ഞ അശ്അരിയാക്കളെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ അല്ലെങ്കിൽ അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവർ പറയാറ്. അഹ്ലുസുന്ന എങ്ങനെയാണ്, ഖുർആനിൽ എങ്ങനെയാണ്, ഹദീസിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സിഫാത്തുല്ലാഹി അസ്സ വജല്ല തുസ്ബതു അലാ വജ്ഹി തഫ്സീൽ, അള്ളാഹുവിന് ഇന്ന ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് വിശദമായി പറയും. അള്ളാഹു ഉദാഹരണത്തിന് അസ്സമീഅ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണെങ്കിലും അസ്മാഅുകളാണെങ്കിലും വിശദമായി പറയും. എന്നാൽ വതുൻഫാ അലാ വജ്ഹിൽ ഇജ്മാൽ, അള്ളാഹുവിന് ഇല്ല എന്ന് പറയുന്ന വിശേഷണങ്ങളോ അത് സംക്ഷിപ്തമായി മൊത്തത്തിൽ ചില കാര്യങ്ങളെ പറയൂ. ഓരോന്നും അതില്ല ഇതില്ല എന്നിങ്ങനെ എണ്ണി എണ്ണി ഇല്ലാത്തത് കുറേ സംഗതികൾ. അങ്ങനത്തെ രീതി അഹ്ലുസുന്നയുടേതല്ല, ഖുർആനിൻ്റെതല്ല, ഹദീസിൻ്റെ ശൈലിയല്ല. എന്നാൽ അശ്അരി, മാതുരീദി ഇവരുടെയൊക്കെ അഖീദ കിതാബുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിന് ഈജാബിയായിട്ട് ഉണ്ട് എന്ന് പറയുന്ന വിശേഷണങ്ങൾ, അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറയുന്ന വിശേഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തത് എന്ന് കുറേ, അള്ളാഹ് അതല്ല, അള്ളാഹ് ഇതല്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ എണ്ണിപ്പറ. അതൊക്കെ എന്താ, അവർക്ക് തോന്നിയത് അവരെങ്ങനെ എണ്ണിപ്പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ വന്ന വിശേഷണങ്ങളുടെ രീതി നോക്കിയാൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയുന്ന വിശേഷണങ്ങൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ടാകും. ഇല്ല എന്ന് പറയുന്നത് ഇജ്മാലായി സംക്ഷിപ്തമായി മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുകയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഫൽ ഇസ്ബാത്തുൽ മുഫസ്സൽ, അള്ളാഹുവിന് ഉണ്ട് എന്ന് വിശദമായി പറഞ്ഞ വിശേഷണങ്ങൾക്ക് ഇസ്ബാത്ത് ഇസ്സംഅ്, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്. വൽ ബസർ, അള്ളാഹ് എല്ലാം കാണുന്നവനാണ്. വസാഇരി സിഫാത്ത്, അള്ളാഹുവിൻ്റെ മറ്റേത് വിശേഷണങ്ങൾ നോക്കിയാലും ഉണ്ട് എന്ന് പറഞ്ഞത് അത് വിശദമായി പറഞ്ഞത് കാണുവാൻ സാധിക്കും. വന്നഫിയുൽ മുജ്മൽ, എന്നാൽ ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങളാകട്ടെ കനഫിൽ മിസ്ലിയ, അള്ളാഹുവിനെ പോലെ ഒരുത്തനുമില്ല എന്ന് മൊത്തത്തിലാണ് പറഞ്ഞത്. ഫീ ഖൗലിഹി തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് ഇല്ല എന്ന് പറഞ്ഞതിനെ ഓരോന്നും ഓരോന്നും അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറഞ്ഞില്ല, മറിച്ച് അവനെ പോലെ യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അൽ ഖാഇദത്തു സാമിന കുല്ലു ഇസ്മിൻ സബത ലില്ലാഹി അസ്സ വജല്ല ഫഹുവ മുതളമ്മിനുൻ ലിസിഫത്തിൻ വലാ അക്സ്, അള്ളാഹുവിന് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഏത് നാമവും ഫഹുവ മുതളമ്മിനുൻ ലിസിഫ, അത് ഒരു വിശേഷണത്തെയും അറിയിക്കുന്നു. അപ്പോൾ അസ്സമീഅ്, സമീഅ് എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, പേരാണ്. എന്താ അർത്ഥം? കാണുന്നവൻ, അല്ല കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം സമീഅ്. അപ്പോൾ സമീഅ് എന്ന ആ നാമം സംഅ് എന്ന സിഫത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു കേൾക്കും എന്നതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ വഹുവ സമീഉൽ ബസീർ, സമീഅ് എന്ന് പറയുന്ന ഒരു ആയത്തോ ഹദീസോ കൊടുത്താൽ മതി. സമീഅ് എന്ന ആ നാമത്തിൽ സംഅ് എന്ന സിഫത്തുണ്ട്. ബസീർ, അവനെല്ലാം കാണുന്നവനാണ്. അപ്പോൾ ബസർ, കാണുക എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. ആ നാമം സിഫത്തിനെ ഉൾക്കൊള്ളുന്നു. വലാ അക്സ, നേരെ തിരിച്ചില്ല. അള്ളാഹുവിനൊരു വിശേഷണമുണ്ട്, ആ വിശേഷണത്തിൽ നിന്നൊരു നാമം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റൂല. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യൻസിലു റബ്ബുനാ തബാറക വ തആല, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ നാസിൽ, ഇറങ്ങുന്നവന് ഒരു പേര് അള്ളാഹു പറയാൻ പറ്റുമോ? ഇല്ല. സിഫത്തിൽ നിന്ന് പേര് നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റൂല. എന്നാൽ ഈ പേരിൽ നിന്ന്, നാമത്തിൽ നിന്ന് സിഫത്ത് നമുക്ക് മനസ്സിലാക്കാം. മിസാലുഹു ഇസ്മുർ റഹ്മാൻ, അദ്ദേഹം തന്നെ പറഞ്ഞു ഉദാഹരണം അർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹു. ഇപ്പൊ പരമകാരുണ്യകൻ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. മുതളമ്മിനുൻ സിഫത്തർ റഹ്മ, ആ നാമത്തിൽ നിന്ന് സിഫത്ത്, റഹ്മത്ത് എന്ന സിഫത്ത്, കാരുണ്യം എന്ന വിശേഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ റഹ്മത്തിനെ പറ്റി പറഞ്ഞ എത്രയോ ഹദീസുകളുണ്ട്. ഈ ലോകത്തെ എല്ലാ കാരുണ്യത്തിൻ്റെയും വകഭേദങ്ങൾ നമ്മളൊന്ന് കോലപ്പെടുത്തി നോക്കിയേ. മനുഷ്യന്മാരായ മാതാപിതാക്കൾ അവരുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും, മൃഗങ്ങളും പക്ഷികളും എല്ലാ ജന്തു ജീവജാലങ്ങളും അവയുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും ദയാവായ്പും, ഇതൊക്കെ അള്ള പടച്ച കാരുണ്യത്തിൻ്റെ 100-ൽ ഒരംശം മാത്രമാണെന്ന്. ബാക്കി 99 പടച്ചറബ് കരുതി വച്ചേക്കാണ് സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക്, അവൻ്റെ മുത്തഖീങ്ങളായ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ റഹ്മത്തിൻ്റെ വിശാലമായ വിശേഷണം രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബ്. അപ്പോൾ റഹ്മാനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ റഹ്മത്ത് എന്നുള്ള സിഫത്ത് ആ നാമത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൽ കരീം യതളമ്മനു സിഫത്തൽ കറം. കരീം എന്ന് പറഞ്ഞാൽ മാന്യൻ, ഔദാര്യൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? അള്ളാഹു അത്യുദാരനാണ്, അള്ളാഹു മാന്യനാണ്, അൽ ലത്തീഫ് അങ്ങേയറ്റം ദയയുള്ളവൻ, കനിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യതളമ്മനു സിഫത്തൽ ലുത്ഫ്, അവന് കനിവ്, കരുണ, ആർദ്രത എന്ന വിശേഷണമുണ്ട് എന്ന് ആ നാമത്തിലൂടെ മനസ്സിലാക്കാം. വഹാക്കഥ, ഇങ്ങനെ ഏത് നാമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ, അറിയാൻ സാധിക്കും. ലാക്കിൻ സിഫാത്ത്, എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അൽ ഇറാദത്തു വൽ ഇത്യാനു വൽ ഇസ്തിവാഉ ലാ നസ്തഖു മിൻഹാ അസ്മാ, അതിൽ നിന്ന് പേരുകൾ നമ്മൾ നിർദ്ധരിച്ചെടുക്കാൻ പാടില്ല. ഇറാദത്ത്, ഉദ്ദേശിക്കുക എന്ന വിശേഷണം അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു മുരീദാണ്, ഉദ്ദേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടൊരു നാമം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അൽ മുരീദ് എന്ന് പറഞ്ഞിട്ടൊരു നാമം സിഫത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നമുക്ക് പറയാൻ അവകാശമില്ല. വൽ ഇത്യാൻ, അള്ളാഹു വിധി പറയാൻ വേണ്ടി പരലോകത്ത് മഹ്ശറയിൽ വരും. ഖുർആനിലൂടെ വന്നതാണ്, ഹദീസിലൂടെ വന്നതാണ്. അതുകൊണ്ട് അൽ ആത്തി, വരുന്നവൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു നാമം അള്ളാഹ്ക്ക് പറയാൻ പാടില്ല. അൽ ഇസ്തിവാ, അർ റഹ്മാനു അൽ അർശി ഇസ്തവ, സിംഹാസനാരോഹിതനായ അള്ളാഹു എന്ന് വിശേഷണം പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ ഹദീസിലൂടെ. അതുകൊണ്ട് മുസ്തവിൻ, ആരോഹിതനാകുന്നവൻ, ഇസ്തിവാ നടത്തുന്നവൻ എന്ന് പറഞ്ഞിട്ടൊരു നാമം അതിൽ നിന്ന് നമ്മൾ പിടിച്ച് അള്ളാഹുവിൻ്റെ ഒരു നാമമായി പറയാൻ പാടില്ല. അപ്പോൾ അൽ മുരീദ്, അൽ ആത്തി, അൽ മുസ്തവി, ഇങ്ങനെയൊന്നും അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ നാമങ്ങളിൽ നിന്ന് വിശേഷണം പിടിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നല്ലാതെ വിശേഷണങ്ങളിൽ നിന്ന് തിരിച്ച് നാമം നമ്മൾ നിർദ്ധരിച്ചെടുക്കാൻ പാടില്ല. അത് ശരിയായ രീതിയല്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് 2-3 ഖായിദ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് വേറെ ചില വിഷയങ്ങളിലേക്ക് കൂടി വന്നതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് ഓരോന്നും തെളിവ് സഹിതം വിശദമായി ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊരു അനാവശ്യ ചർച്ചയായിട്ട് ആർക്കും തോന്നേണ്ടതില്ല. കാരണം ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ഖായിദ പറഞ്ഞത് കൃത്യമായിരുന്നു, അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും നമുക്ക് കിട്ടുക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു വിശാല മനസ്സും അതേപോലെ തന്നെ അതിനുള്ള ക്ഷമയും സഹനവും തൗഫീഖും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിയായ അറിവ് നമുക്ക് അള്ളാഹു അധികരിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.